ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോയാണ്. അല്ലാതെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി അയക്കുന്ന മെസ്സേജാണ്. അപ്പോൾ ഇവിടെ ഒരു വാഹനത്തിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇപ്പോഴും ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇരിക്കുന്ന ലെവൽ പൊസിഷനിലാണ് ഈ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും തിരിച്ച ലെവൽ പൊസിഷനിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ വണ്ടി നേരെയായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ കുട്ടികൾ സ്റ്റിയറിങ്ങിനെ ഒന്നുകിൽ റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റോ തിരിച്ച് വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ റൈറ്റിലോട്ട് അവർ തിരിച്ച് വയ്ക്കുമ്പം വണ്ടി വലത്തോട്ട് കയറിപ്പോകുന്നു എന്ന് അവർക്ക് പിടികിട്ടില്ല. പക്ഷേ കൂടെ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവും വണ്ടി പോകുന്നത് ഡയറക്ഷൻ മാറിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ തിരിച്ച് ഈ ലെവൽ പൊസിഷനിൽ കൊണ്ട് നിർത്തിയാൽ വണ്ടി ലെവലായി. പക്ഷേ പകരം അവരിപ്പോൾ റൈറ്റിലോട്ടാണ് പോയെങ്കിൽ അവർ ലെഫ്റ്റിലോട്ട് തിരിക്കും. അപ്പോൾ വണ്ടി പിന്നെ ലെഫ്റ്റിലോട്ട് പോകും. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പ് പോകും പോലെയായിരിക്കും അപ്പോൾ വണ്ടി പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിപ്പം MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളാണ് ഈ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ എത്രയെങ്കിലും സ്റ്റിയറിങ്ങുകൾ നമ്മളവിടെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കിരുന്ന് സ്റ്റിയറിങ്ങിനെ യഥേഷ്ടം തിരിക്കാനും തിരിച്ചു തിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ആവറേജ് ലെവലിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന 30 ദിവസം കൊണ്ട് നന്നായി വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിപ്പിച്ചു തരുന്ന പോർഷൻസ് ഇതുപോലുള്ള വീഡിയോകളിലൂടെ ഇപ്പോൾ MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ യൂട്യൂബിനകത്ത് സ്റ്റിയറിങ്ങിനെ സംബന്ധിക്കുന്ന പലവിധ വീഡിയോകളുണ്ട്. അപ്പം നിങ്ങൾ ഓരോരോ വീഡിയോകളായിട്ട് സെർച്ച് ചെയ്ത് ഏതാണ് നിങ്ങളെ പ്രശ്നം എന്ന് മനസ്സിലാക്കി ആ വീഡിയോ കണ്ട് അതുപോലെ നിങ്ങളുടെ വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ അവിടെ വയ്ക്കാനുള്ള പ്രൊവിഷനുണ്ട്. ആ മൊബൈൽ ആ ക്ലിപ്പിൽ വെച്ചുകൊണ്ട് മൊബൈലിൽ കണ്ടുകൊണ്ട് അവിടുത്തെ സ്റ്റിയറിങ്ങിൽ നിങ്ങൾ തിരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു കാറ് നിർത്തിയിരിക്കുകയാണ്. നിർത്തിയിരിക്കുന്ന കാറിൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയില്ല, കാരണം ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ചോദിക്കും മാരുതി 800 പവർ സ്റ്റിയറിംഗ് അല്ലല്ലോ, അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ചെയ്യൂടെ? അങ്ങനെ ചെയ്യുമ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു വാഹനത്തിൽ നമ്മൾ തിരിക്കുമ്പോൾ ടയറിൻ്റെ കട്ടകൾ അഥവാ ത്രെഡിന് ദോഷം സംഭവിക്കും, കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി റൺ ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റിയറിംഗ് തിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ഇതുപോലെ സെപ്പറേറ്റ് 3-4 സ്റ്റിയറിങ്ങുകൾ അറേഞ്ച്, ഒരു സമയം 3 കുട്ടികൾക്ക് വരെ സ്റ്റിയറിംഗ് തിരിച്ചും പ്രാക്ടീസുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ 30 ദിവസം കൊണ്ട് നന്നായി വണ്ടി ഓടിക്കുന്ന സ്റ്റൈലിലെത്തുള്ളൂ. അപ്പോൾ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മാത്രമേ തിരിക്കുന്ന കുട്ടികൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിനെ അല്പം റൈറ്റിലോട്ട് തിരിച്ചിട്ട് ലെവൽ ചെയ്യുക, അല്പം ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് ലെവൽ ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ റൈറ്റ് ലെവൽ, ലെഫ്റ്റ് ലെവൽ, റൈറ്റ് ലെവൽ, ലെഫ്റ്റ് ലെവൽ എന്ന് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ ബേസിക് കൺട്രോൾ ക്ലിക്കായി തുടങ്ങും. എന്നിട്ട് നിങ്ങൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പം ഇതുപോലെ സർ റൈറ്റ് ലെവൽ, സർ ലെഫ്റ്റ് ലെവൽ, സർ റൈറ്റ് ലെവൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞ് ചെയ്ത് നോക്കൂ. അവിടെ നിങ്ങൾ വണ്ടി നേരെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. പകരം നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ടേൺ ചെയ്യാതെ അല്ലെങ്കിൽ റൈറ്റ് മാത്രം തിരിച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ ലെഫ്റ്റ് മാത്രം ചെയ്യുന്നത് കണ്ട് വണ്ടി പോകുന്ന ഒരിക്കലും ഡയറക്ഷൻ കറക്റ്റ് ആവില്ല. അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ റൈറ്റിലോട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് പിടിച്ചോളെ. അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന സാറ് റൈറ്റിലോട്ടും നിങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് അനങ്ങുകയേയില്ല. കാരണം അവിടെ നിങ്ങൾ ഫുൾ ബലം പ്രയോഗിച്ച് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിക്കുന്നത് നിങ്ങളെ മനസ്സിനകത്ത് പേടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ നിങ്ങൾ ബലപ്പിച്ച് പിടിക്കുന്നത് ഏതവസരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ സ്റ്റിയറിങ്ങിൽ പിടിച്ച് തിരിക്കുമ്പോഴാണ് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് പിടിക്കുന്നത്. പക്ഷേ നിങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇടത്തോട്ടാണ് തിരിക്കുന്നത് എന്ന് മനസ്സിലായിക്കൊണ്ട് ചില കുട്ടികൾ ഇടത്തോട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ച് തിരിക്കുന്നതിന് പകരമാണ് നമ്മൾ സ്റ്റിയറിങ്ങിൽ, അപ്പം സ്റ്റിയറിംഗ് വലത്തോട്ട് മനസ്സിലാക്കണം സാറ് വലത്തോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വലത്തോട്ടങ്ങ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ നിങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ച് ഓപ്പോസിറ്റ് പിടിച്ചോളെ.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രൈവിങ്ങിൻ്റെ ആദ്യകാല ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ 4 ദിവസം ഗ്രൗണ്ടിൽ ടോട്ടൽ 4 ദിവസത്തെ ക്ലാസ്സുകളിൽ 2 ദിവസം യഥേഷ്ടം നമ്മൾ നിർദ്ദിഷ്ട ട്രാക്കുകൾക്കകത്തുകൂടെ, അതായത് നമ്മൾ അടിച്ചിരിക്കുന്ന കമ്പികൾക്കകത്തുകൂടെ സൈഡ് മിറർ കമ്പി കഴിയുമ്പോൾ റൈറ്റ് തിരിക്കുകയും ബോഡി ലെവലാകുമ്പോൾ റിട്ടേൺ ചെയ്യുകയും, അതുപോലെ കയറ്റത്ത് ആക്സിലേറ്റർ കൊടുത്ത് കയറുകയും ഇറക്കത്ത് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് ഇറക്കുകയൊക്കെ ചെയ്ത് പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ റോഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് ലെവൽ, ലെഫ്റ്റ് ലെവൽ, റൈറ്റ് ലെവൽ, ലെഫ്റ്റ് ലെവൽ എന്ന് നോക്കിയിടുന്നു കഴിഞ്ഞാൽ എന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ സ്റ്റിയറിംഗ് ലെവലായിട്ട് പോവും. അതുപോലെ അധ്യാപകൻ എങ്ങോട്ട് തിരിക്കുന്നോ ആ ഡയറക്ഷനിലോട്ട് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. ഓപ്പോസിറ്റായിട്ട് തിരിക്കുകയേ ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ ബലം പ്രയോഗിക്കുകയോ സ്റ്റിയറിങ്ങിനെ വെട്ടിത്തിരിക്കുകയോ ചെയ്യരുത്. അപ്പം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുക, നമ്മൾ റോഡിൽ കാണുന്ന വളവുകളൊക്കെ കർവ് ഷേപ്പുകളാണ്, സ്ക്വയർ ആയിട്ടുള്ള വളവുകളല്ല. നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ ഡയറക്ഷനും റൗണ്ടാണ്. അപ്പോൾ അതുപോലെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്. ഒരു ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ സ്റ്റിയറിംഗ് തിരിക്കുമ്പം അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാവും തിരിച്ചത് മതി. അത് കഴിയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവന്ന് ആ ലെവൽ പോസ്റ്റിൽ നിർത്തുമ്പം വണ്ടി നേരെയായി. അപ്പം നിങ്ങളുടെ സംശയം വരുന്നത് എത്ര വേഗതയിൽ തിരിക്കണം? ആ വേഗത മനസ്സിലാകുന്നത് റോഡിൽ ഓടുന്ന വണ്ടിയുടെ വേഗതയും റോഡിനെയും താരതമ്യപ്പെടുത്തിയാണ്. അത് റോഡിലെ ക്ലാസ്സിലൂടെ മാത്രമേ അത് ക്ലിക്കാവുള്ളൂ. പക്ഷെ അതിന് ബേസിക്കായിട്ട് റോഡിനനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് ലാഗിങ് വരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി നിർത്താതെ തന്നെ തിരിക്കുക. അപ്പം നമ്മൾ മനസ്സ് പറയും മതി, തിരിഞ്ഞത് മതി എന്ന് പറയുമ്പം അതുപോലെ തിരിച്ച് ലെവൽ പൊസിഷൻ കൊണ്ടുവരും. ഇതാണ് സ്റ്റിയറിംഗ്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഏറിയാൽ 5, 6 അങ്ങേയറ്റം പോയാൽ 10 ദിവസത്തിനകത്ത് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾ നേടിയെടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്കത് 5 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കത് കിട്ടും. റൈറ്റ് ലെവൽ, ലെഫ്റ്റ് ലെവൽ, റൈറ്റ് ലെവൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പകരം നിങ്ങൾ അമിതമായി ബലം പ്രയോഗിക്കുന്നു, സ്റ്റിയറിങ്ങിനെ വെട്ടിത്തിരിക്കുന്നു, വളവുകൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഇറുകി പിടിച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് വെട്ടിച്ചിരിച്ചാലും അതെല്ലാം പ്രശ്നങ്ങളാകും. അപ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിനെ നിങ്ങൾ നോർമൽ സ്റ്റേജിലെത്തിക്കുക. മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം കൈവിട്ട് പോകുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ 50% നമ്മളെ കയ്യിൽ കിട്ടി എന്നർത്ഥം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ ആണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ മെനക്കെട്ടിരുന്ന് സമയം കണ്ടെത്തി ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികൾക്കും ഡ്രൈവിങ്ങിൽ നിരാശ നേരിടുന്ന കുട്ടികൾക്കുമൊക്കെ അവർക്കിതൊന്നും പ്രശ്നങ്ങളല്ല, ഇതെല്ലാം പ്രാക്ടീസിൻ്റെ ഓരോരോ പാഠഭാഗങ്ങളാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നതിനുള്ള എക്സസൈസുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പകർന്നു തരുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഇരുന്ന് കാണുക. ഇരുന്ന് കണ്ടിട്ട് ഡ്രൈവിംഗ് സ്കൂളിലെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ പോയിരുന്ന് ഈ പറഞ്ഞതുപോലെ തിരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതും തിരിച്ചിരിക്കുന്നതൊക്കെ മറ്റ് വീഡിയോ ക്ലിപ്പുകൾ MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണ് നിങ്ങളെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് അത് ഇതുപോലെ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ച് ഈ മൊബൈലിൽ നോക്കിക്കൊണ്ട് സ്റ്റിയറിംഗിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൊബൈൽ ഒഴിവാക്കി റോഡിലോട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ റോഡിലോട് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. സ്റ്റിയറിങ്ങിനെ നോക്കുകയോ കുനിഞ്ഞു നോക്കുകയോ ചെയ്യാനേ പാടില്ല. അപ്പോൾ ഏതൊരു കുട്ടികളാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് 30 ദിവസം കൊണ്ട് അടിപൊളിയായി വണ്ടി ഓടിക്കുന്ന സ്റ്റേജിൽ എത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ചില കുട്ടികൾക്ക് ഇത്തരം പ്രാക്ടീസുകളൊന്നും വേണ്ട, അവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ട്. അതില്ലാതെയുള്ള ആവറേജ് ലെവലിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോയും ഇത്തരം അവയർനെസ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ചില സമയം പഠിപ്പിക്കുന്ന അധ്യാപകൻ വിചാരിക്കും എത്ര ഈസിയാണ് സ്റ്റിയറിംഗ്, ഇങ്ങനെ തിരിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോയിലൂടെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുത്താൽ പോലും അവർക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് അവരുടെ പ്രാക്ടീസിൻ്റെ കുറവാണ്. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന 30 ദിവസങ്ങളിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ തനിച്ചൊരു കാർ ഓടിക്കുന്ന സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടി പാടുപെടുന്നത്. ആ ദിവസങ്ങളിൽ നന്നായി നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഓരോ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും എന്താണോ നിങ്ങൾ പഠിക്കുന്നത് ആ സബ്ജക്റ്റ് ആ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് കരകയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റിയറിങ്ങിനെ സംബന്ധിക്കുന്ന വീഡിയോ. ഇപ്പോൾ എവിടെ തിരിച്ചാലും റൈറ്റ് ലെവൽ, ലെഫ്റ്റ് ലെവൽ, റൈറ്റ് ലെവൽ. ഒരു വളവ് എത്തുമ്പോൾ തിരിച്ചു കൊണ്ടേയിരിക്കുക നിർത്താതെ. വളവ് കഴിയുമ്പം അതുപോലെ നിർത്താതെ തിരിച്ചു കൊണ്ടുവന്ന് ലെവൽ പൊസിഷൻ നിർത്തുമ്പം ഓക്കെ ആവും. അപ്പം നമുക്കറിയാം നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ സ്റ്റിയറിങ്ങിൽ തിരിക്കുന്നത് 3 സ്റ്റേജുകളാണ്.
ഇടതുവശമാണ് പാർക്ക് ചെയ്ത് നിർത്തുന്നതെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ്, റിട്ടേൺ. അപ്പോൾ അതുപോലെ നമ്മൾ നടന്നു പോകുന്ന ഒരാളിനെ കാണുമ്പം നമ്മളെ വണ്ടി ആളിൻ്റെ അടുത്തോട്ടേ പോവുള്ളൂ. അത് സ്വാഭാവികമാണ്. അത് നമ്മൾ ആളിനെ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ആളിനെ കണ്ടിട്ട് ഹോൺ